മദ്യത്തിന്റെ അത്രയ്ക്കും ഇതില്ല. ടെറാക്കോട്ട വാരിയേഴ്സിനെ കാണാൻ വേണ്ടി പോവാണ്. അതേ പൊക്കത്തില്, അതേ വണ്ണത്തില്, അതേ രൂപത്തില്. ചേച്ചിയുടെ ഒപ്പം തന്നെ ഫോട്ടോ എടുക്കണം. ഇന്നലെ നമ്മള് സിയാൻ എത്തി എന്ന് പറഞ്ഞു, ചെക്ക് ഇൻ ചെയ്തു എന്ന് പറഞ്ഞൂലെ. സോ നമ്മുടെ ഇന്നത്തെ ടൂർ ആരംഭിക്കുന്നത് നമ്മൾ ടെറാക്കോട്ട വാരിയേഴ്സിനെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് കേട്ടോ. സോ കുറെ പേർക്കൊക്കെ അറിയാം എന്താണ് ഈ ടെറാക്കോട്ട എന്നുള്ളത്. പക്ഷെ അറിയാത്തവർക്കായിട്ട് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തരാം. നമ്മുടെ ടൂറിലെ ആൾക്കാർ മുഴുവൻ എന്നെ ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ബിഹൈൻഡ് ദ സീൻ എനിക്ക് ഇഷ്ടം പോലെ കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരു കൗതുകമാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് എല്ലാവരും വ്ലോഗ് എടുക്കുന്നത് കാണുന്നത്. ടേക്ക് 3, 4, 5 ഞാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടുന്ന് തന്നെ അങ്ങ് ആരംഭിക്കാല്ലേ. ടെറാക്കോട്ട വാരിയേഴ്സ് എന്താണ് എന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. കാരണം അതിന്റെ ഒറിജിനൽ മ്യൂസിയത്തിൽ നിന്ന് പറയുമ്പോഴായിരിക്കും അതിന് കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടാം. നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ടെറാക്കോട്ട വാരിയേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫാക്ടറിയിലാണ് കേട്ടോ. സോ നമുക്ക് ഇവിടെ നിന്ന് കാശ് കൊടുത്ത് ടെറാക്കോട്ട വാരിയേഴ്സിനെ വാങ്ങാം. ടെറാക്കോട്ട എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പാത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ടെറാക്കോട്ട പാത്രങ്ങൾ എന്നൊക്കെ അല്ലെ. അതേപോലെ തന്നെയാണ്, അതായത് കളിമണ്ണ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ പ്രതിമകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഇത്ര കാലം നിൽക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനെ 1000 ഡിഗ്രിയിൽ ചൂടാക്കും അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. സോ ഭയങ്കര നല്ല എന്താ പറയാ, പിന്നീട് അത് കരിങ്കല്ല് പോലെയാവാണ് ചെയ്യുന്നത്. ഇത്ര ടെറാക്കോട്ട വാരിയേഴ്സ് അവിടെ നിൽക്കുമ്പോഴുണ്ടല്ലോ, ചേച്ചിയുടെ ഒപ്പം തന്നെ ഫോട്ടോ എടുക്കണം. പുഞ്ചിരി കണ്ടോ? വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവര് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾക്ക് ഇന്ന് ലഞ്ച് ഉള്ളത്. ഓൾഡ് സിയാൻ റെസ്റ്റോറന്റിലാണ് നമുക്ക് ലഞ്ച്. ഇവിടുത്തെ അതായത് ഇവിടെ ഒരു പഞ്ഞിയുണ്ട്. അതായത് ഞങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ഞിമരല്ലേ, അതേപോലെ പഞ്ഞി പൊട്ടിയിട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പൊ ആ പഞ്ഞി ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുമ്പോൾ എനിക്ക് തുമ്മൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഓൾഡ് സിയാൻ റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിയാങ് ന്യൂഡിൽസ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ബിയാങ് ന്യൂഡിൽസ് എന്ന് അതിന് പേര് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൈയോണ്ട് ഇങ്ങനെ അടിച്ചടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മാനുവലായിട്ട് ചെയ്യണ പണിയാണ്. അപ്പൊ അതിനിങ്ങനെ തട്ടുമ്പോ അതിനൊരു സൗണ്ട് വരും, ബിയാങ്. അങ്ങനെ ആ സൗണ്ട് വെച്ചിട്ടാണ് ഇവർ അതിന് ആ പേരിട്ടിരിക്കുന്നത്, ബിയാങ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പറയില്ലേ, പണ്ട് ഇങ്ങനെ കിണ്ണം താഴെയിട്ടിട്ട് അതിൽ നിന്ന് സൗണ്ട് വരുമ്പോൾ ആ ഒരു സൗണ്ടിലാണ് ഈ ചൈനക്കാർക്ക് പേരിടുക എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. കാരണം അത് കാരണം കൊണ്ടാണല്ലോ ആ ന്യൂഡിൽസിന് ആ ഒരു പേര് കിട്ടിയത്. സോ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പൊ അതിന് മുൻപ് ഇവിടെ കുറച്ച് കടകളുണ്ട്, സോവിനേഴ്സ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്കിന്ന് ഏർലി ലഞ്ചാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെറാക്കോട്ട വാരിയേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. ഇനിയാണ് ശരിക്കും നമ്മുടെ ടൂർ ആരംഭിക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബെൽ ടവർ, പിന്നെ ഡ്രം ടവർ, മുസ്ലിം സ്ട്രീറ്റ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇനി വരാനുണ്ട്. സോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് പോവാം. എനിക്കറിയാം, ഞാൻ രാവിലെ ഒരു ചെറിയ ഷോട്ട് എടുത്തിട്ട് പിന്നെ പറയുന്നത് ഫുഡ് കഴിക്കാൻ പോവാം എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരെ ഒരു ഫാക്ടറിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ കുറച്ച് ഷോർട്സ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇനി മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടൂർ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ബിയാങ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂഡിൽസ് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ കണ്ട അങ്ങനെ മടക്കും, അതിനെ വീണ്ടും തല്ലും, കണ്ട. അപ്പൊ നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ മൈക്കിലെ സൗണ്ട് ആയിരിക്കും മെയിൻ ആയിട്ട് എടുക്കുക. പക്ഷെ ഇതാണ് ഈ ബിയാങ് ന്യൂഡിൽസ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ മുമ്പത്തെ വ്ളോഗ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചെല്ലുന്ന സിറ്റി ഏതാണോ അവിടുത്തെ ഒതന്റിക് ആയിട്ടുള്ള ചൈനീസ് ഫുഡായിരിക്കും നമ്മൾ കഴിക്കാം. വൈകുന്നേരം ആയിരിക്കും നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാട്ടോ. സോ നമ്മൾ അങ്ങോട്ട് ബാലൻസ് ചെയ്ത് പോകും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ ഇവിടെ നിന്ന് നമ്മൾ ബിയാങ് ന്യൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ റെസ്റ്റോറന്റ് ഭയങ്കര ഒരു ഒതന്റിക് റെസ്റ്റോറന്റ് തന്നെയായിരുന്നേ. സിയാനിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ട 2 സാധനങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്ന് ബിയാങ് ന്യൂഡിൽസും പിന്നെ അതായത് ഒരു പൊമഗ്രനേറ്റിന്റെ ഇതുമാണ് കേട്ടോ, ആ വൈനുമാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ബിയാങ് ഞങ്ങൾ കഴിച്ചു കേട്ടോ, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ അതിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, വീഡിയോയിൽ അത് കണ്ടു തോന്നുന്നുണ്ട്. സോ പോണ വഴി മദ്യത്തിന്റെ അത്രയ്ക്കും ഇതില്ല, അത്ര ഒരു എരിച്ചിലൊന്നുമില്ല. നമ്മൾ വൈൻ കുടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ് അല്ലെ അവർ കുടിക്കുന്നുണ്ട്. അപ്പം വൈൻ കുടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ്, അത്രയ്ക്കേ ഉള്ളൂ. നീ ഒന്ന് കഴിച്ചു. തുടക്കം കുറച്ച് സ്വീറ്റ് ആണ്, പക്ഷെ അവസാനം നല്ല സ്ട്രോങ് ആവും, ഭയങ്കര സ്ട്രോങ് ആവും.
വൈൻ്റെ സ്ട്രോങ് അല്ല, നോർമൽ വൈൻ്റെ സ്ട്രോങ് അല്ല, അതിന് കൂടുതലുണ്ട്. ഇല്ല, അത്ര ഇല്ല, പക്ഷെ നോർമൽ വൈനേക്കാളും സ്ട്രോങ് ആണ്. അടുത്തത് ടെറാക്കോട്ട വാരിയേഴ്സിനെ കാണാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവിടെയും നമുക്ക് പാസ്പോർട്ട് അത്യാവശ്യമാണ്. അത് 1, 2, 3 സ്ഥലത്തൊക്കെ സ്കാൻ ചെയ്യും. സോ ഫസ്റ്റ് സെക്യൂരിറ്റി കഴിഞ്ഞ് നമ്മൾ വന്നു, ഇനി അടുത്ത സെക്യൂരിറ്റിയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ വീണ്ടും ശരിക്കുമുള്ള സ്കാനിങ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ വരുമ്പം പോകട്ടെ കേട്ടോ, കാരണം ഒരു ഗ്രൂപ്പായിട്ടാണ് കയറ്റുന്നത്. സോ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. സോ നമുക്ക് അവരൊപ്പം പോവാം. അപ്പൊ ഇനി ഞാൻ ടെറാക്കോട്ട വാരിയേഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് അതിന്റെ കഥ എന്ന് പറഞ്ഞു തരാല്ലേ. ചൈനയുടെ ആദ്യത്തെ ചക്രവർത്തി ആളുടെ മരണശേഷം ആളെ കാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ ഉണ്ടാക്കുകയാണ്. അതായത് ചൈനീസ് വിശ്വാസ പ്രകാരം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ആഫ്റ്റർ ലൈഫ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്വർഗം നരകം എന്നൊക്കെ പറയുന്നില്ലേ, അത് പുനർജന്മം. യെസ്. സോ അവരുടെ വിശ്വാസ പ്രകാരം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആള് ചക്രവർത്തി തന്നെയായിരിക്കും. സോ ആളെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ ആള് ഉണ്ടാക്കി എടുക്കായിരുന്നു. അതും ഈ സൈന്യത്തിന് പ്രത്യേകതയുണ്ട്. ശരിക്കും ഉള്ള ഇവിടുത്തെ മനുഷ്യന്മാരുടെ രൂപത്തിൽ തന്നെയാണ്. ഓരോ വേരിയേഴ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള മുഖവും അതേപോലെ ഹെയറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഉള്ളത്. സോ 8000 പ്രതിമകൾ ഇതേപോലെ ഉണ്ടെന്നാണ് പറയണത്. അതില് കുതിരയുണ്ട്, പിന്നെന്താ, അതായത് ഒരു സൈന്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ജനറൽമാര്, ക്യാപ്റ്റൻസ്, മേജർ, അതായത് ഓരോരുത്തർക്കും ഓരോ യൂണിഫോം ഉണ്ട്. ജനറൽ ഏതാണ്, സാധാ ഒരു ബട്ടൺ ഏതാണ്, അതുപോലെ ക്യാപ്റ്റൻ ആവുമോ അല്ലെങ്കിൽ ആ ഒരു സൈന്യത്തിന്റെ ഓണർ, അങ്ങനെ കുറെ ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അതേ ലൈഫ് സ്റ്റൈലില്, അതായത് അതേ രീതിയിൽ, അതേ പൊക്കത്തില്, അതേ വണ്ണത്തില്, അതേ രൂപത്തില് ആണ് ഈ വാരിയേഴ്സിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈവൻ കുതിരകളെ വരെ കേട്ടോ. നമ്മളിവിടെ 8000 പ്രതിമകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 8000 പേരും ഡിഫറെന്റ് ആയിരിക്കും. അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഇവരും ഒരേപോലെ ആരും തന്നെ ഇല്ല. 1974 ഒരു സാധാരണ കർഷകൻ കിണർ കുഴിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു ഇത് കണ്ടുപിടിക്കുന്നത്, ഈ ഒരു സൈന്യത്തെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഈ കർഷകർ തന്നെ ഇതിനെല്ലാത്തിനും നശിപ്പിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള അവരുടെ ആയുധങ്ങൾ മാത്രം മതിയായിരുന്നു കർഷകർക്ക്, ബാക്കി എല്ലാത്തിനും അവർ നശിപ്പിച്ച് കളയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകാര്, അതായത് ഈ കാണുന്ന, ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം മുഴുവൻ 100% അവർ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് കാരണം എല്ലാ ആൾക്കാരുടെ കയ്യിലും സ്വാഡും കുന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടിട്ട്, അതായത് ശരിക്കും ഒരു സൈന്യത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരതിനെ നശിപ്പിക്കും. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകാർ വന്ന് ഇതിനെ ഏറ്റെടുത്ത് പസില് പോലെ, നിങ്ങൾ ആലോചിക്കണം, ഇത്രയധികത്തിനെ അങ്ങനെ എന്താ പറയാ, ചിന്ന ഭിന്നമാക്കിയ സംഭവത്തെ ഓരോ പസില് പോലെ അവര് ഒട്ടിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിൽ അതിനാക്കി മാറ്റുന്നത്. സോ അതിന്റെ പിന്നിൽ കുറെ കഠിനാധ്വാനം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിലുണ്ട്. ഈ ഒരു പ്ലേസ് ഇതുപോലെ 2-3 ബ്ലോക്കുകളുണ്ട്, പിറ്റുകളുണ്ട്. അപ്പൊ ഈ ഒരു പിറ്റാണ് കറക്റ്റ് എവിടെ നിന്നാണോ കിട്ടിയത് ആ ഒരു സ്ഥലമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതായത് ഇവിടെ ശരിക്കും ഉണ്ടായിരുന്നു ഓൺ സൈറ്റ് മ്യൂസിയം. ബാക്കിയുള്ളവർക്കൊക്കെ ഇതിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഓൺ സൈറ്റ് മ്യൂസിയം. സോ അത് കേൾക്കുമ്പോ നമുക്ക് തന്നെ ഒരു ഇതില്ലേ, അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഡിഫറെന്റ് സ്റ്റോറി അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സ്റ്റോറി? ഇനി പറഞ്ഞുതരാം ബാക്കി കഥകൾ. പിറ്റ് 1 കണ്ടിറങ്ങി, ഇനി പിറ്റ് 2ലേക്ക് പോവാണ്. അവിടെ എന്താന്നുള്ളത് അവിടെ കുറെ നമ്മൾ കണ്ടു അല്ലേ, ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോഴും അതിനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അതാണ് ഓൺ സൈറ്റ് മ്യൂസിയം, അതാണ് ഒറിജിനൽ 1. ഇനി ഇവിടെ നിന്നൊക്കെ എടുത്തു വെച്ച സാധനങ്ങൾ ഉണ്ടല്ലോ, അതെന്താന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ആ ഒരു ഹോള് കണ്ടു, അതിലെല്ലാതും നോർമൽ ആയിട്ടുള്ള ഭടന്മാരും നോർമൽ ലെവലില്, അതായത് ചെറിയ റാങ്കിലുള്ള പട്ടാളക്കാരായിരുന്നു. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ റാങ്ക് കൂടും, അതായത് കമാൻഡേഴ്സ് അങ്ങനെയൊക്കെ റാങ്ക് കൂടിയ ആൾക്കാരാണ് ഈ നിൽക്കുന്നത് കേട്ടോ. പിറ്റ് 3 ഇതിനേക്കാളും കൂടുതൽ റാങ്ക് ഉള്ള ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി ഇതിന് വേറൊരു സംഭവം കൂടി ഉണ്ട്. ശരിക്കും നമ്മൾ ഡ്രസ്സ് ചെയ്യണ പോലെ, നമ്മുടെ കളറ് പോലെ, നമ്മുടെ ഹെയർ പോലെ എല്ലാ കളറും ഇവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം ഇത് പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കളറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനുള്ള ടെക്നോളജി കണ്ടുപിടിക്കുന്നത് വരെ അവര് ഇപ്പോ ഈ അങ്ങനെ ഡിഗ് ചെയ്ത് ആൾക്കാർ എടുക്കുന്ന നിർത്തി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ
സോ ഇപ്പൊ ഉള്ള ആൾക്കാരെ അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ടെക്നോളജി കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇനി അവർ പുതിയ ആൾക്കാരെ എടുക്കുള്ളൂ. സോ ചിലപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കമാൻഡേഴ്സും ആൾക്കാരും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പിറ്റ് 3യിലേക്ക് പോയാലോ. പിറ്റ് 3യിൽ കയറി ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഫിലോസഫിയും അതേപോലെ ഹിസ്റ്ററിയും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേൾക്കാനായിട്ട് പറ്റിയത്. അതായത് ഇപ്പൊ ജസ്റ്റ് ഞാനിപ്പോൾ ഇത് പറയാം, നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ, നമ്മളല്ല അവർ ഇങ്ങനെയാണ് ഇവിടെ നിന്നും ഓരോ ആർമി മീൻസ് വാരിയറേയും കുഴിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി കഥ ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞില്ല പല സ്റ്റാച്യൂസ് ഉണ്ട്, 8,000-ഓളാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതില് ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ആ മുട്ടുകുത്തി നിൽക്കുന്ന സ്റ്റാച്യു മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു തരി പോലും പൊട്ടാതെ അവർക്ക് കിട്ടിയത്. അതിന് കാരണം എന്ന് പറയുന്നത് ആദ്യം വരുമ്പോൾ എപ്പോഴും ഏറ്റവും മുകളിൽ നിൽക്കുന്ന, അതായത് ഹൈറ്റ് കൂടിയ വാരിയേഴ്സിനെ തട്ടും. അപ്പൊ അവർ തല ഇവിടെ ഇവിടെയൊക്കെ പൊട്ടും. അത് കഴിയുമ്പോൾ അവർ പതുക്കെ കെയർഫുള്ളായിട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആശാൻ ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കാല് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സോ ആളെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. കാരണം അവർക്ക് മനസ്സിലായി അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. സോ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത കാരണം കൊണ്ട് ആ ഒരു മനുഷ്യനെ മാത്രമാണ് ഇവർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ചൈനീസുകാർ വിശ്വസിക്കുന്നത്, അവരെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം താഴ്ന്ന ലെവലിൽ നിൽക്കുന്നു അത്രത്തോളം നമ്മൾക്ക് ലൈഫ് ഈസി ആയിട്ട് ഒന്നും സംഭവിക്കാതെ മുന്നോട്ട് പോകും എന്നാണ് ചൈനീസുകാർ വിശ്വസിക്കുന്നത് എന്നാണ് നമ്മളോട് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇവര് ഈ ഒരു സ്റ്റാച്യുവിനെ വിളിക്കുന്നത് ലക്കി ബോയ് എന്നാണ് കേട്ടോ. കാരണം ഒന്നും പറ്റാത്ത ഒരേ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പിറ്റ് 3യുടെ കഥ. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, ഞങ്ങള് എല്ലാവരും ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചൈനക്കാരിങ്ങനെ മത്സരിക്കുകയാണ്. അപ്പൊ നമ്മള് വിചാരിക്കുന്നുണ്ട് ഒരു അലിപേയുടെ ഒരു QR അങ്ങനെ വെക്കാം. അപ്പൊ സ്കാൻ ചെയ്യാൻ കാശ് വരിക, നമ്മളുടെ ഫോട്ടോ അപ്പൊ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് 2:30 വരെ ഇവിടെ സമയമുണ്ട്. നമ്മളെല്ലാം കവർ ചെയ്ത് വന്ന് തിരിച്ചിരിക്കുകയാണ്. നല്ല ഒറിജിനൽ ഫ്രഷ് പൊമഗ്രാനൈറ്റ് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റാവും. ഇവിടെ എല്ലാ ഫ്രൂട്ട്സിനും ഭയങ്കര മധുരാട്ടോ. നല്ല വെയിലാണ്. സോ ഒരെണ്ണം കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കണ്ടാലോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.